എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജ്ഞാനാമൃതത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നാം അനുദിനമെന്നോണം നാം കണ്ടുമുട്ടുന്ന ജീവിതങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പങ്ക്തിയിലൂടെ. എത്രത്തോളം പ്രസാദാത്മകമായിട്ടാണ് നാം കണ്ടുമുട്ടുന്ന പലരും ജീവിതത്തെ സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് എല്ലാവരുമായിട്ട് ഈ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് വിജ്ഞാനരമണീയ ആശ്രമത്തിൽ, പാലക്കാടിലുള്ള വിജ്ഞാനരമണീയ ആശ്രമത്തിൽ, അതായത് തിരുവണ്ണാമലയിലെ രമണാശ്രമത്തിൻ്റെ അധീനതയിലുള്ള, അങ്ങനെ രണ്ട് ആശ്രമങ്ങളേ ഉള്ളൂ ലോകത്തെ രമണ മഹർഷിയുടെ. ഒന്ന് തിരുവണ്ണാമലയാണ്, അതിൻ്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു ആശ്രമമാണ് വിജ്ഞാനരമണീയ ആശ്രമം. എല്ലാ ദിവസവും എത്രയോ വർഷങ്ങളായിട്ട് സമൃദ്ധമായ ഭക്ഷണം, അന്നദാനം, വന്നവർക്ക് എല്ലാവർക്കും വയറ് നിറച്ച് അന്നദാനം കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്നും ആ അന്നദാനത്തിൽ പങ്കുകൊള്ളാനായിട്ടാണ് ഞാനിന്ന് വിജ്ഞാനരമണീയത്തിൽ പോയത്. അപ്പോൾ ഒരു മധ്യവയസ്കല്ല, ഒരു 60-65 പ്രായമുള്ള ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, ഇങ്ങനെ റോട്ടറി ക്ലബ്ബ് എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ വല്ലാതെ ആ ഭാഗത്ത് റോട്ടറി ക്ലബ്ബുള്ള വിവരം എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 1-2 പേരെടുത്ത് ഫോണൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ അദ്ദേഹത്തിനൊരു ഡയറക്ഷനൊക്കെ കൊടുക്കാൻ നോക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് റോട്ടറി ക്ലബിനെ അന്വേഷിക്കുന്നത്, എന്താണ് ആവശ്യം, വേറെ ഏതെങ്കിലും തരത്തിൽ എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ 2.5 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസിന് വിധേയായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൂലിപ്പണിയാണ്. അപ്പോൾ ഉള്ളിലുള്ള സ്വർണങ്ങൾ മുഴുവൻ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കരുണാകരൻ എന്നാണ്. സ്വർണങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ ആരും തന്നെ അദ്ദേഹത്തെ സഹായിക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലല്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ റോട്ടറി ക്ലബ്ബിൽ എന്തെങ്കിലും ആരോ പറഞ്ഞു അത്രയും ഇങ്ങനെ സ്പോൺസർ ചെയ്യാറുണ്ട്, അങ്ങനെ ഡയാലിസിസ് കേസസൊക്കെ ഏറ്റെടുക്കാറുണ്ട് അവർ ചാരിറ്റിയുടെ ഭാഗമായിട്ട്. അങ്ങനെ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇതല്ല. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇങ്ങനെ സംസാരത്തിനിടയ്ക്ക് പറഞ്ഞത്, അടുത്ത ആഴ്ച 3 ഡയാലിസിസ് ചെയ്യാനുണ്ട്, പക്ഷേ എനിക്ക് ഉറപ്പാണ് ഞാനത് ചെയ്യും. എൻ്റെ കയ്യിലൊക്കെ പൈസയൊന്നുമില്ല, എൻ്റെ അടുത്ത് സ്വർണങ്ങളൊക്കെ ഞാൻ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ എനിക്ക് ഉറപ്പാണ്. എന്നിട്ട് വിജ്ഞാനരമണീയ ആശ്രമത്തിലെ രമണ മഹർഷിയുടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോനെ നോക്കി പറഞ്ഞു, ഇദ്ദേഹം എന്നെ സഹായിക്കാതിരിക്കില്ല. ഞാൻ ആരെയും ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അധ്വാനിച്ച് ജീവിക്കാൻ എന്നാലാവും വിധം ശ്രമിക്കുന്നുണ്ട്. ഇത് വളരെ അവിചാരിതമായിട്ട് വന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഞാൻ പ്രാർത്ഥനയോടെ തന്നെയാണ് ഇരിക്കുന്നത്. യാതൊരു സംശയവുമില്ല സാറേ, ഞാനിത് മറികടക്കാതിരിക്കില്ല എന്ന് വളരെ പ്രസാദാത്മകമായിട്ടാണ്. ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത്. അടുത്ത ആഴ്ച എന്താണ് ഡയാലിസിസ്, എങ്ങനെയാണ് നടക്കുക എന്നുള്ളതൊന്നും അദ്ദേഹത്തിന് ഇന്ന് നമ്മൾ ചോദിച്ചാൽ ലോജിക്കലായിട്ടുള്ള, യുക്തിഭദ്രമായിട്ടുള്ള ഒരു വിശദീകരണം അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൊക്കെ ഒരു വലിയ പ്രത്യാശയുടെയും പ്രാർത്ഥനയുടെയും വലിയ തിളക്കം എനിക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഏതൊരു പരിതസ്ഥിതിയിലും, ജീവിതത്തിലെ ഏതൊരു പരിതസ്ഥിതിയിലും മറികടക്കാനുള്ള വലിയൊരു അനുഭവം നിങ്ങൾ എനിക്ക് അനുഗ്രഹിച്ചിരിക്കുന്നു. അതാണ് ഇന്ന് രമണ മഹർഷി എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞത് നിങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്തുക്കളെ, ഇതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ഇതിനെയാണ് ശരണാഗതി എന്ന് പറയുന്നത്. എല്ലാം ചെയ്തിട്ട്, മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാം ചെയ്തിട്ട് ഈശ്വരൻ നമ്മെ രക്ഷിക്കും എന്നുള്ള ആ ഒരു വളരെ പ്രസാദാത്മകമായിട്ടുള്ള, വളരെ പ്രത്യാശാഭരിതമായിട്ടുള്ള ഒരു മനോഭാവത്തോടെ, എന്നിട്ടും ആവുന്നതെല്ലാം വീണ്ടും വീണ്ടും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ നമുക്കിവിടെ മറ്റൊന്നും ചെയ്യാനില്ല. ഇതിനെ തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. അതായത് നാമൊക്കെ പിറന്നു വീണ ഉടൻ തന്നെ
ലോകത്തിൽ ഏറ്റവും പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം നമ്മുടെ അമ്മമാരുടെ മാറിടങ്ങളിൽ നിറച്ച ആ ഒരു ശക്തിവിശേഷത്തോടുള്ള ഒരു വലിയൊരു വിശ്വാസം തന്നെയാണ് ഭക്തി. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പ്രദേശത്ത് വർഷങ്ങളായിട്ട് മഴയില്ല, മാസങ്ങളായിട്ടെങ്കിലും മഴയില്ല എന്നെങ്കിലും വിശ്വസിക്കാം നമുക്ക്. അപ്പോൾ അതിൽ വലിയൊരു യാഗം നടക്കുകയാണ്. അതായത് ഒരു സന്യാസിയൊക്കെ വിളിച്ചിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു യാഗം നടക്കുന്നു. അപ്പോൾ ഈ യാഗത്തിലൂടെ മഴ വരും എന്ന് തന്നെയാണ് അവിടുത്തെ ദേശവാസികളൊക്കെ തീവ്രമായിട്ടുള്ള പ്രാർത്ഥനകളിലാണ്. ആ യാഗത്തിന് മുന്നോടിയായിട്ട് ആ സന്യാസിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാവരും വ്രതനിഷ്ഠയിലായിരുന്നു. ആ പ്രദേശത്ത് ഒരു ഗ്രാമപ്രദേശമാണ്. എല്ലാവരും വലിയ വ്രതനിഷ്ഠയൊക്കെ ആയിരുന്നു. അവസാനം യാഗത്തിൻ്റെ പൂർത്തിയായിട്ടുള്ള ആ ദിവസം വന്നെത്തി. അപ്പോൾ ആ ദേശവാസികൾ മുഴുവൻ ആ യാഗം നടക്കുന്ന യാഗശാലയിലേക്ക് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഗ്രാമത്തിലെ ഒരു കുഞ്ഞ് വീട്ടിൽ നിന്നും കുടയും എടുത്തിട്ടാണ് പുറപ്പെട്ടത്. ഇതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ ഒരു ഭക്തിയുടെ നിറവിൽ ഒരു സംശയവും വേണ്ട, കാലം നമ്മളോട് കനിയാതിരിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം ഇന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടതും അദ്ദേഹം എന്നോട് സംസാരിച്ചതുമൊക്കെ യാതൊരു തരത്തിലുള്ള അതിശയോക്തിയുമില്ലാതെ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത് കരുണാകരേട്ടനും ഇത് കേൾക്കുന്നവർക്കെല്ലാവർക്കും നന്മകൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.